സ്വയം ചോദിക്കുക, സ്നേഹിക്കപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടോ? ഞാൻ പതിവായി മറ്റുള്ളവർക്ക് എൻ്റെ സ്നേഹം നൽകാറുണ്ടോ? എൻ്റെ സമയവും കഴിവും ഞാൻ ഉദാരമായി, പകരം ഒന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് നൽകാറുണ്ടോ? എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ എബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. റേക്കി വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നാലാമത്തെ ചക്രയായ അനാഹത ചക്ര അല്ലെങ്കിൽ ഹാർട്ട് ചക്രയെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഹൃദയചക്രത്തിൻ്റെ ഒരു വശത്തെ നിർണ്ണയിക്കുന്നു. മറ്റൊരു വശത്തെ നിർണ്ണയിക്കാനായി സ്വയം ചോദിക്കുക, എൻ്റെ ജീവിതത്തോട് എനിക്ക് നന്ദി തോന്നുന്നുണ്ടോ? അതോ നീരസത്തോടെയാണോ ജീവിക്കുന്നത്? എനിക്ക് സ്വയം സ്നേഹം തോന്നുന്നുണ്ടോ? എൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് നീങ്ങാനും എനിക്ക് കഴിയുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം അതേ ആണ് എന്നാണെങ്കിൽ നിങ്ങളുടെ ഹൃദയചക്രം വളരെ ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രയത്നിക്കേണ്ടി വരും. ഹൃദയചക്രം അടഞ്ഞു പോയാൽ അത് നിങ്ങളെ ഒറ്റപ്പെട്ടതായും പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും അകന്നതായും തോന്നിപ്പിക്കും. തണുത്ത കൈകൾ അടഞ്ഞ ഹൃദയചക്രത്തിൻ്റെ ലക്ഷണമാണ്. വിഷാദവും അടഞ്ഞ ഹൃദയത്തിൻ്റെ ലക്ഷണമാണ്. ആരോഗ്യകരമായ ഹൃദയചക്രമുള്ള ഒരു വ്യക്തിക്ക് എളുപ്പത്തിൽ സ്നേഹം സ്വീകരിക്കാനും നൽകാനും സാധിക്കും. എല്ലാ ചക്രങ്ങൾക്കും ഓരോ നിറങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ട്. എന്നാൽ ഹൃദയചക്രയ്ക്ക് 2 നിറങ്ങളാണ് സങ്കല്പമായിട്ടുള്ളത്. പ്രാഥമികമായി പച്ച നിറത്തിലാണ് അനാഹത ചക്രയെ വർണ്ണിച്ചിട്ടുള്ളതെങ്കിലും സ്നേഹം നൽകുന്നതിനേക്കാൾ സ്വീകരിക്കുന്ന ഭാഗം പിങ്ക് നിറമാണ്. അനാഹത ചക്രം താഴെയുള്ള 3 ചക്രകളെ മുകളിലുള്ള 3 ചക്രകളുമായി ബന്ധിപ്പിക്കുന്നു. ഹൃദയചക്രത്തിൻ്റെ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ തടസ്സം പലപ്പോഴും ഹൃദയമിടിപ്പ്, മോശം രക്തചംക്രമണം, ഹൃദയവേദന, ആഴം കുറഞ്ഞ ശ്വാസം, ആസ്മ, തോളിൽ പ്രശ്നങ്ങൾ, നട്ടെല്ലിൻ്റെ മുകൾ ഭാഗത്തെ പ്രശ്നങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പോലും കാരണമാകും. നിരസിക്കപ്പെടുമെന്ന തീവ്രമായ ഭയം, ബന്ധങ്ങളിലെ വിശ്വാസ പ്രശ്നങ്ങൾ, സ്നേഹം നൽകുമ്പോഴും സ്വീകരിക്കുമ്പോഴും പ്രശ്നങ്ങൾ നേരിടുക, പങ്കാളിയെ അമിതമായി ആശ്രയിക്കുക, അടുത്തുള്ളവരോടും പ്രിയപ്പെട്ടവരോടും അകന്നു പെരുമാറുക തുടങ്ങിയ രൂപങ്ങളിലാണ് ഹൃദയചക്രത്തിൻ്റെ അസന്തുലിതാവസ്ഥ സാധാരണയായി പ്രകടമായി കാണാറുള്ളത്. 12 ഇതളുകളുള്ള താമരപ്പൂവായിട്ടാണ് അനാഹത ചക്രയെ ചിത്രീകരിച്ചിട്ടുള്ളത്. വായുതത്വം, യം ആണ് ബീജമന്ത്രം. ബ്ലോക്കായിട്ടുള്ള അനാഹത ചക്രയെ പ്രവർത്തിപ്പിക്കാനായി അനേകം വഴികളുണ്ട്. ധ്യാനം, യോഗ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, പച്ച നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷിക്കുക എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. ഏറ്റവും വേഗത്തിൽ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് സ്വീകരിക്കാം. റേക്കിയുടെ അതിവ്യമായ ഊർജം നിങ്ങളുടെ ശാരീരിക, മാനസിക, വൈകാരിക തലങ്ങളിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ എല്ലാ ചക്രകളെയും സന്തുലിതാവസ്ഥയിലെത്തിച്ച് നിങ്ങളെ ആത്മീയമായും ഭൗതികമായും വളരെ വലിയ ഉയരത്തിലെത്തിക്കുന്നു. റേക്കി ഹീലിങ്ങിനും ക്ലാസ്സുകൾക്കുമായി എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. അനാഹത ചക്രയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.